ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇറാനി റൊട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റൊട്ടി ചെയ്യുന്നത് മൈദ വെച്ചാണ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 250 ml 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നമുക്ക് മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 125 ml ഇളം ചൂടുള്ള പാലും 125 ml വെള്ളമാണ്, ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പാലൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് പാല് തന്നെ മുഴുവനായിട്ട് 1 കപ്പ് പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല. ഇതുപോലെ പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൽ ഒരല്പം ഒന്ന് ലൂസായിട്ടിരിക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ബൗളിലേക്ക് കുറച്ച് ബട്ടർ എല്ലായിടത്തൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ബട്ടറൊക്കെ തേച്ച് ഈ ഒരു മാവിൻ്റെ മുകളിലേക്കായിട്ടും നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കാണ്. അപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റൊട്ടി എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബോളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഇട്ട് കൊടുത്ത് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബോളാക്കി എടുക്കാം. അപ്പോൾ 10 റൊട്ടിക്കുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് ബോളാക്കി എടുക്കുന്നത് പോലെ നമുക്ക് എല്ലാം ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാവൊക്കെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബട്ടറോ ഒലിവ് ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ മാത്രം യൂസ് ചെയ്യാം. സാധാരണ ഓയിൽ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാം. ഇനി ഓരോ ബോളായി പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോ ബോളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ബോൾ എടുത്ത് തന്നെ നമുക്ക് ആദ്യം പരത്തി തുടങ്ങാം. അപ്പോൾ ഇത് നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തണ്ട, അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ 2-3 തവണയെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തൊന്ന് ഇളകി പോരും. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായിട്ടുള്ളൊരു പാനിലേക്കിട്ട് ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ഈ ഒരു സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തൊടാതെ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ താനെ ഇതൊന്ന് പൊങ്ങി വരും. റൊട്ടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒലിവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നമ്മൾ കുറച്ച് സമയം വെച്ചിരുന്നാലും ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.